അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഗീ കേക്ക് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് നമുക്കൊരു ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അര കപ്പ് പഞ്ചസാര കൂടെ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം ബീറ്റായിട്ടുണ്ട്. നമുക്കിത് ബീറ്ററൊക്കെ മാറ്റാം. നമുക്ക് ഈ മുട്ടയിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ അരിച്ചാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. കേക്കിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ പാത്രത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഇനി ഒന്ന് പാത്രം ഫ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് ഹാഫ് തീയിൽ വേവിക്കാം. കേക്ക് റെഡിയായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുത്തി നോക്കാം. കേക്ക് റെഡിയായി. അടിപൊളി കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. അടിപൊളി കേക്കാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ കേക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റിയ കേക്കാണിത്.